സാമ്പത്തിക ലാഭത്തേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ കമന്റ് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ. വരലുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്തു. കാരണം ആളുകൾ കൂടി, പിന്നെ പല ആളുകളും വന്നിങ്ങനെ പല അഭിപ്രായം പറയുമ്പോൾ നമുക്കെന്തോ ഒരു ഫീലിങ്. ചില ആളുകൾ വന്നിട്ട് ഒറ്റ മൈനസ് പറയും, അങ്ങനെ ഉണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ. അപ്പം നമ്മൾ മക്കളെ പോലെ കൊണ്ടുനടക്കുന്ന സാധനത്തിന് നോക്കിയിട്ട് മൈനസ് അടിക്കുമ്പോൾ നമുക്ക് അല്ല മൈനസ് അല്ല, ഇതെന്തെങ്ങനെ അതെന്തെങ്ങനെ ഇതിങ്ങനല്ലേ ഇനി ചെയ്യേണ്ടത്, അങ്ങനത്തെ രീതിയിൽ. പക്ഷെ 10 വാഴ വരെ വെക്കാത്ത അല്ലെങ്കിൽ 10 വെക്കാത്തവനാണ്. അതെ അതെ അതെ. സാധാരണ ചുമന്ന ചീരയും പച്ച ചീരയും രണ്ടെണ്ണമാണ് കാണുന്നത്. ഇത് വേറെ ഇതൊരു നാടൻ വെറൈറ്റി ആണ്. ഇത് നമ്മൾ ഒരുപാട് വർഷമായിട്ട് ചെയ്യണ ചീര. ഇതിനെന്താന്ന് വെച്ചാൽ ഒരുപാട് സമയം നമുക്ക് പറിക്കാൻ കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്. നല്ലൊരു എന്താ പറയുക, നമ്മളൊരു 3-4 മുറി കിട്ടും ഒരു തണ്ടിൻ്റെ മുകളിൽ നിന്ന്. അങ്ങനെ വെച്ചാൽ ശരിക്കും ഒരു തണ്ടിൻ്റെ മുകളിൽ നിന്ന് ഒരു 1/2 കിലോ ചീര ഒരു തണ്ട് മൂന്ന് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഇത് പക്ഷെ അതൊന്നും അത്ര കണ്ട് പോരാ, ഇതിൻ്റെ അത്ര ഇല്ല. പക്ഷെ ഇത് മാർക്കറ്റും ഉണ്ട്, എപ്പോൾ കൊടുത്താലും വാങ്ങിക്കാൻ ആളും ഉണ്ട്. ഇത് വെട്ടിയെടുത്ത് ഏകദേശം തീർന്നു തുടങ്ങി. ഇതിനി ഒരു വെട്ടും കൂടി വെട്ടും. ഈ ഒരു വെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വിത്തിന് വിടും. ഇതന്നെ ഇപ്പോൾ ചിലതൊക്കെ പൂവായി തുടങ്ങി. ഇപ്പം ഈ പൂവുള്ള ഇനി വെട്ടൂല. ഇതിങ്ങനെ നിർത്തി ഇതിൻ്റെ ഇടയിൽ പൂവില്ലാത്ത നോക്കിയിട്ട് ഇതിൽ തന്നെ വിത്തെടുക്കും. ഇതിൽ തന്നെ വിത്തെടുത്ത് ഈ ചീര ഒരുപാട് വർഷമായിട്ട് നമ്മൾ തന്നെ വിത്തുണ്ടാക്കി വെച്ച് അങ്ങനെ നടും, അങ്ങനെ കൊടുക്കും. അല്ല, ഇതൊക്കെ നമ്മളെ ഉപ്പാൻ്റെയൊക്കെ കാലത്തേ ഉള്ളതാ. അവരാണ് ഇതിൻ്റെയൊക്കെ ബ്രാൻഡുകാര്. അത് നമുക്ക് ഇത് ഞാൻ ഈ ഇരിക്കത് കിട്ടുന്നത് ഉപ്പാൻ്റെ പെങ്ങളെ ഭർത്താവ് അമ്മായിയാക്ക. മൂപ്പര് പൊഴുതന മൂപ്പര് ഭയങ്കര കൃഷിക്കാരനായിരുന്നു. മൂപ്പരാണ് എനിക്ക് ഈ വിത്ത് തരുന്നത്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഈ വിത്ത് നമ്മളിവിടെ നിന്ന് പോയിട്ടില്ല. ഇന്നും ഉണ്ട്, ഇനിയും ഉണ്ടാവും. അടുത്ത വർഷം എന്തെങ്കിലും നമ്മൾ വിപുലീകരിച്ച് എല്ലാവർക്കും കൊടുക്കണം. അല്ല, ഇതിപ്പോ മരുന്നടിച്ച എന്തൊക്കെയായിരുന്നു? മരുന്ന് ബോറോണും കാൽസ്യവും. അതിന്റെ രണ്ടിനും കുറവുണ്ട് ചെടിയിൽ. അപ്പൊ അത് പരിഹരിക്കാനാണ് ഇപ്പൊ ഈ മരുന്ന് കൊടുക്കുന്നത്. ഇത് കൊടുത്താൽ അല്ല, ഇത് വള്ളിയിലേക്ക് കൊടുക്കണം. കാരണം ഇനി നമ്മൾ ചെടിയിൽ കൊടുത്ത് ചെടി എടുത്ത് വരുമ്പോത്തിന് സമയം പിടിക്കും. അല്ല, അതപ്പോ തന്നെ നമ്മളെ കായ് പോവും. ഇതുണ്ടോ, ഈ കളറ് വരാൻ പാടില്ല. ഇത് ചെറുതിലെ കളർ മാറിപ്പോയല്ലോ, മഞ്ഞ കളർ വന്ന്. ഇത് പുഴുവോ ഈച്ചയോ ഒന്നുമല്ല, അതിന്റെ കാൽസ്യത്തിന്റെ പൊട്ടാസിന്റെ കുറവാണ്, മാറും.